ഹലോ, ഇന്ന് 2 ടൈപ്പ് ലെമണേഡ് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പീസാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 4 ചെറിയ ലെമൺസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈമും ഇവിടെ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ലെമൺ ജ്യൂസ് കുറച്ച് കൂടുതലോ കുറച്ച് കുറവൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ലെമൺസും ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് 1/3 കപ്പ് ജ്യൂസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അനാറൊന്ന് നമുക്ക് സീഡൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ അനാറ് ഇളക്കിയെടുക്കുന്ന പരിപാടിയൊക്കെ കുറച്ച് നേരത്തെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഈ ലെമണേഡ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ 1.5 കപ്പ് അനാർ സീഡ്സ് ഒരു ബ്ലെൻഡറിലേക്ക് എടുക്കുന്നുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേനാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്നേഴ്സ് യൂസ് ചെയ്യാം. ഞാനിവിടെ 2 ടീസ്പൂൺ തേനാണ് ഉപയോഗിച്ചത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യണം കേട്ടോ. ഇത് മധുരം ബാലൻസ് ചെയ്യും. പിന്നെ നമ്മുടെ ലെമണേഡിന് ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ കൊടുക്കും. പിന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ അതൊന്ന് അരിച്ചെടുക്കണം. അത് കഴിഞ്ഞ് 2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ബോട്ടിലേക്ക് മാറ്റി നമുക്കതൊന്ന് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ലെമണേഡാണിത്. കാണാനും നല്ല ഭംഗിയില്ലേ? അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നമ്മുടെ നെക്സ്റ്റ് റെസിപ്പി കുക്കുംബർ ലെമണേഡ്. അതിന് വേണ്ടി ഒരു വലിയ കുക്കുംബർ ഞാൻ ഇവിടെ തൊലിയാളിന് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാം. പിന്നെ 2 ലൈമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ലെമൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ലൈം ലെമണിനേക്കാളും പുളിപ്പ് കൂടുതലാണ്. അപ്പോൾ നോക്കിയിട്ട് ആഡ് ചെയ്യാം. പിന്നെ ബ്ലെൻഡറിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച കുക്കുംബർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ലെമൺ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തൊലികളിന് വെച്ച ജിഞ്ചറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചിട്ട് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. നിങ്ങൾ ഇഷ്ടമുള്ള സ്വീറ്റ്നർ യൂസ് ചെയ്യാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി വരുന്നുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ലെമണേഡ് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല ചൂടിന് ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ 2 ഡ്രിങ്ക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ.